സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇവിടെ ഇടിയൊക്കെ വെട്ടി മഴ പെയ്യുന്നുണ്ട് കേട്ടോ. വയനാട്, മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. വയനാട്, ഇടുക്കി, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി പ്രഖ്യാപിച്ചു. തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് തിരുവനന്തപുരത്ത് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ഹാൻസ് ജോൺ, ഗുഡ് മോർണിംഗ്. ശക്തമായ മഴയാണ്. എറണാകുളത്ത് ഇതാ തുള്ളിക്കൊരു കുടം എന്ന വിധത്തിലാണ് മഴ പെയ്യുന്നത്. തിരുവനന്തപുരത്ത് പക്ഷേ ഹാൻസിന്റെ കയ്യിൽ കുടയൊന്നുമില്ല. അവിടെ മഴ കഴിഞ്ഞതാണോ അതോ അന്തരീക്ഷം മൂടിക്കെട്ടി നിൽക്കുകയാണോ? എന്താണ് സംസ്ഥാനത്തെ പൊതു മഴ ചിത്രം, ഹാൻസ്? ഗുഡ് മോർണിംഗ് ബിനിൽ. ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അല്പസമയം മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഒരു 6 മണിയോടുകൂടിയാണ് ഇവിടെ മഴ പെയ്തത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഗ്രീൻ അലേർട്ടായിരുന്നു ഇന്ന്. ഗ്രീൻ അലേർട്ടാണ്, പക്ഷേ നിലവിൽ അലേർട്ടിൽ മാറ്റമില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു അന്തരീക്ഷം വീക്ഷിക്കുമ്പോൾ ഇന്നത്തെ അലേർട്ട് മാറാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ശക്തമായ ഒരു മഴയ്ക്ക് തന്നെയാണ് സംസ്ഥാനത്ത് സാധ്യത നിലനിൽക്കുന്നത്. 3 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, മലപ്പുറം, വയനാട് ഈ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ 8 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഗ്രീൻ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ശക്തിപ്പെടുകയാണ്. വരുന്ന മണിക്കൂറുകളെല്ലാം തന്നെ ഈ അലേർട്ടുകൾ മാറാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വയനാട് ജില്ലയിലെല്ലാം തന്നെ ശക്തമായ മഴ പെയ്യുന്നു. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നു. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ അലേർട്ട് മാറാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സമുദ്രതീരത്തുള്ളവർക്ക് അല്ലെങ്കിൽ തീരപ്രദേശങ്ങൾക്കുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാരണം ഈ തീരങ്ങളിലെല്ലാം തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലെല്ലാം തന്നെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശ പ്രദേശങ്ങളിലുള്ളവരും ആ ഭാഗത്തേക്ക് പോകുന്നവരും എല്ലാം തന്നെ ജാഗ്രത പാലിക്കേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നാളെ 10 ജില്ലകളിൽ യെല്ലോ അലേർട്ടും 4 ജില്ലകളിൽ ഗ്രീൻ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റന്നാളും ഈ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ മഴയാണ്, കാലാവസ്ഥയാണ്, ഏതൊരു നിമിഷവും മാറ്റമുണ്ടാകും. പക്ഷേ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. ബിനിൽ. ഓക്കെ, അപ്പോൾ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഹാൻസ് ജോൺ പറഞ്ഞു വെക്കുന്നത്. ശക്തമായ മഴയാണ് പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നത്. എറണാകുളത്ത് ഉൾപ്പെടെ ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഹാൻസ് പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് അല്പസമയം മുമ്പ് മഴയുണ്ടായിരുന്നു. ഇടവിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്, തുടർച്ചയായ മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്.